നമസ്കാരം. നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ മുത്തശ്ശിമാർ തൊട്ടേ ഉള്ള കുറേ അന്ധവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാമോ എന്നെനിക്കറിയില്ല, കുറേ വിശ്വാസങ്ങളുണ്ട് നമുക്ക് കുറേ കാര്യങ്ങളിൽ. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പച്ചക്കാള, അല്ലെങ്കിൽ പച്ചക്കുതിര, പച്ചക്കണിയാൻ, പച്ചവെട്ടിൽ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആ ഒരു ജീവി, പച്ച കളറുള്ള ആ ജീവി നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പണവും സമ്പത്തും കുമിഞ്ഞുകൂടും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഓടിച്ച് കളയരുത്, നമുക്ക് സാമ്പത്തികപരമായിട്ട് ലാഭം നേട്ടങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു തലമുറ നമുക്കുണ്ടല്ലേ. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുക, വീട്ടിലൊക്കെ കയറി അയ്യോ അതിനെ ഓടിച്ച് കളയരുത്, അവിടെ ഇരുന്നോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് പണം വരാനുള്ളതാണ്. അതുപോലെ തന്നെ ഉറുമ്പുകൾ, കട്ടുറുമ്പുകൾ നമ്മുടെ വീട്ടിൽ കൂടി വെച്ചാലും ഇങ്ങനെ പറയും, നിറയെ കൂടി വന്നു കഴിഞ്ഞാൽ കുറേ പണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ആ ഒരു ചിന്താഗതിയിൽ പണ്ടുള്ളവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കിതുവരെ ഒരു പച്ചക്കാള വന്നിട്ടോ പച്ചവെട്ടിൽ വന്നിട്ടോ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മളത് അകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഡോർ അടച്ചിടും, അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്കതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പൊതുവേ നമ്മൾ പച്ച കളറിനെ നമ്മുടെ സമൃദ്ധി, ഭാഗ്യം, വളർച്ച, ഇതിൻ്റെയൊക്കെ ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ പച്ച കളറിനെ കാണുന്നത്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, പച്ചക്കാള നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായവും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണൊരു അഭിപ്രായം എന്നുള്ളത്. കാരണം പണ്ട് കാലം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് നമ്മൾ പച്ചക്കാള വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിൽ പണം കുമിഞ്ഞു കൂടും. അതേപോലെ തന്നെ പച്ചക്കാളനെ ഉപദ്രവിക്കാൻ പാടില്ല, ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരുപാടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് നമ്മുടെ മുത്തശ്ശിമാർ പറയാറുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് നമ്മളതൊക്കെ അനുസരിച്ചിട്ടാണ് ഇന്നാളെന്ന് കഴിഞ്ഞ ഇടയ്ക്കെന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ആ ഒരു വിശ്വാസം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ചിന്താഗതിയിലാണ് പച്ചക്കാള വീട്ടിൽ വന്നാൽ. ഇപ്പോഴാണെങ്കിലും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഡോർ അടച്ചിടും, കാരണം അത് പുറത്തിറങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ പണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെയുള്ള ചിന്താഗതിക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ തലമുറയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയും, പിന്നെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊന്നും, ഇതൊക്കെ ചുമ്മാ പറയുന്ന കുറേ അന്ധവിശ്വാസങ്ങളാണെന്നാണ് നമ്മളോട് പറയാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്താഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ജീവികളെയും പോലുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഈ പച്ചത്തുള്ളൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ, ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടോ, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഇതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം നമ്മുടെ വീടുകളിലേക്ക് കയറി വരാനുള്ളൊരു കാരണം. ഇനി അതുകൊണ്ട് ആർക്കെങ്കിലും സമ്പത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേവലം യാദൃശ്യം മാത്രമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കോ എനിക്ക് കാശുണ്ടായി, ചിലപ്പോൾ പച്ചക്കാള വീട്ടിൽ വന്നതുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ടാവും. കാരണം അത് പണ്ട് കാലത്തുള്ളവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ അവർക്ക് മുന്നേയുള്ള തലമുറ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പച്ചക്കാള വീട്ടിൽ വന്നാൽ കാശുണ്ടാവും, ഉറുമ്പ് വീട്ടിൽ കയറിയ കാശുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളിലേക്ക്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലേക്ക് നമുക്കതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴത്തെ തലമുറകളിലുള്ളവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചക്കാള എന്ന് പറയുന്ന ഈ ജീവിയെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കൃഷിയുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ കൃഷിക്ക് യാതൊരുവിധ ഉപദ്രവകാരിയായിട്ടുള്ള ഒന്നുമല്ല. പക്ഷെ മറ്റു പല ജീവികൾക്കും ഭക്ഷണമായിട്ട് മാറുന്ന ഒരു ജീവിയാണ് നമ്മുടെ ഈ പച്ചക്കാള അല്ലെ പച്ചക്കുതിര എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് ആയുസ് കുറവുള്ള, പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു ജീവിയാണ്, വളരെ ആയുസ് കുറഞ്ഞിട്ടുള്ള ഒരു ജീവിയാണ്. അതും നമ്മുടെ സമ്പത്തുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതായിട്ട് നമുക്ക്, കാരണം കുറേ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കാള കയറി സാമ്പത്തികം ഉണ്ടായിട്ടുണ്ടോ, അല്ല എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളതൊന്നും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വിശ്വാസത്തിലും നമ്മുടെ ആ ഒരു ചിന്തയിലും ഒക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുഞ്ഞുനാളിലെ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം അതാണ്. കാരണം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. കാരണം പച്ചക്കാള വരുമ്പോൾ നമ്മളതിനെ ഓടിക്കാതെ അല്ല അതിനെ കൊല്ലാതെ നോക്കുക എന്നുള്ളത് ചെയ്തു പോകും. പക്ഷേ ബേസിക്കലി ഈ കാര്യത്തിൽ പച്ചക്കാളയും നമ്മുടെ പണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായവും കൂടെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.